ഹലോ നമസ്കാരം, ഞാൻ രേഷു. എല്ലാവർക്കും രേഷൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ശീതകാല പച്ചക്കറിയായ കോളിഫ്ലവറും കാബേജും എങ്ങനെ നടാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പൊതുവെ കോളിഫ്ലവറും കാബേജും ഒക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുകയാണ് പതിവ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വിപണിയിൽ നിന്ന് ലഭിക്കുന്ന കാബേജ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മരുന്ന് അടിച്ച് വരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു 5-6 തൈകൾ വീട്ടിൽ നടുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള മരുന്നൊന്നും അടിക്കാത്ത പച്ചക്കറി നമുക്ക് തന്നെ വീട്ടിൽ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് വീട്ടിൽ അഥവാ അടുക്കളത്തോട്ടത്തിൽ നടുക എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് കാബേജും കോളിഫ്ലവറും 2 രീതിയിൽ നമുക്ക് നടാവുന്നതാണ്. ഒന്നാമത്തെ രീതി വിത്ത് മുളപ്പിച്ച് നടാം. രണ്ടാമത് നമ്മൾ കടയിൽ നിന്നോ കൃഷിഭവനിൽ നിന്നോ തൈകൾ വാങ്ങിയിട്ട് നമുക്ക് നടാവുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ കൃഷി ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തൈകൾ വാങ്ങിയിട്ട് നടുന്നതായിരിക്കും നല്ലത്. വിത്ത് മുളപ്പിക്കുന്നത് അത്ര ഒരു പ്രായോഗികമായിട്ട് നല്ലതാണെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും തൈകൾ വാങ്ങിയിട്ട് നടുക. ഇത് നടാൻ വേണ്ടിയിട്ട് മണ്ണൊരുക്കണം. അപ്പോൾ ഒരു 10-15 ദിവസം നമ്മൾ മണ്ണിൽ കുറച്ച് കുമ്മായം ഇട്ട് വയ്ക്കുക. അതിനുശേഷം നമുക്ക് അതിലേക്ക് വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി കൂടാതെ കുറച്ച് എല്ലുപൊടി ഇത് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ മണ്ണൊരുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലുപൊടിയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ലഭ്യമായ കമ്പോസ്റ്റോ ചാണകപ്പൊടിയോ അതൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മണ്ണൊരുക്കാം. ഇത് ഞാൻ വാങ്ങിച്ച കോളിഫ്ലവറും കാബേജും തൈകളാണ്. ഇത് കാണുന്ന സമയത്ത് ഏകദേശം ഒരുപോലെ തന്നെയാണ്. പക്ഷേ കാബേജിൻ്റെ ഇല എന്ന് പറയുന്നത് ഒരു റൗണ്ട് ഷേപ്പിൽ ഉള്ളതാണ്. കണ്ടില്ലേ, ഏകദേശം ഒരുപോലെ തന്നെയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ രണ്ടിനും കൂടിയിട്ട് ഒരേ പരിചരണമാണ് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം. ഈ കാബേജും കോളിഫ്ലവറും ഒക്കെ ഈ മാസമൊക്കെ നട്ടാലുണ്ടല്ലോ നല്ല രീതിയിലുള്ള വിളവ് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഗ്രോ ബാഗ് എടുത്തിട്ടുണ്ട്. ഈ ഗ്രോ ബാഗിൽ നമുക്ക് മണ്ണ് നിറയ്ക്കാം. മണ്ണ് നിറയ്ക്കുന്ന സമയത്ത് ഒരുപാട് കൊണ്ടുപോയിട്ട് മണ്ണ് നിറക്കേണ്ട ആവശ്യമില്ല. ഈ ഗ്രോ ബാഗിന് ഒരു 1/4 ഭാഗം മാത്രം നമ്മൾ മണ്ണ് ഇട്ട് കൊടുത്താൽ മതി. 1/4 ഭാഗത്തോളം നമ്മൾ മണ്ണ് നിറച്ചിട്ടുണ്ട്. നമുക്കിത് ഇതുപോലെ ഒന്ന് മടക്കി വെക്കാം. കാബേജും കോളിഫ്ലവർ കൃഷിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വേണം ഇത് നട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ശീതകാല പച്ചക്കറി എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, നല്ല രീതിയിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലം വേണം നമ്മൾ ഇതിനായിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ കാഭാഗം മണ്ണ് നിറച്ചിട്ടുണ്ട്. ഇനി മധ്യത്തിലായിട്ട് നമുക്കൊരു കുഴി എടുക്കാം. ഇനി ഇതിലേക്ക് നട്ടു കൊടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് ട്രേയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് വേരൊന്നും നശിക്കാത്ത രീതിയിൽ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഇതുപോലെ എടുക്കുക. ഇനി ഇതിലേക്ക് നട്ടു കൊടുക്കുക. ഇനി ഇതുപോലെ ഒന്ന് ഉറപ്പിച്ച് കൊടുക്കുക. ഇനി കാബേജ് നടാം. ഇതുപോലെ എടുക്കുക. വിത്ത് മുളപ്പിച്ചിട്ടാണ് നിങ്ങൾ നടുന്നതെങ്കിൽ ഇതുപോലെയുള്ള ട്രേയിൽ വിത്ത് മുളപ്പിക്കുക. അപ്പോൾ ഒരു ട്രേയിൽ ഒരു വിത്ത് വീതം ഇട്ട് കൊടുക്കുക. ഇനി ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഗ്രോ ബാഗിലും സിമെൻറ്റ് ചാക്കിലും ഒക്കെ ആയിട്ട് ഞാൻ നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളർന്ന് വരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഈ ഗ്രോ ബാഗിലേക്ക് മണ്ണ് കൂട്ടി കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇതിന് 2 ആഴ്ച കഴിയുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു വളപ്രയോഗം നൽകാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് സ്യൂഡോമോണസ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്.
ഇനി ഇതിൻ്റെ വളർച്ചാ ഘട്ടങ്ങളും ആ ഘട്ടങ്ങളിൽ നമ്മൾ എന്തൊക്കെ വളങ്ങൾ പ്രയോഗിക്കണം എന്നുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ സമയത്ത് നടാൻ പറ്റിയ മറ്റൊരു പച്ചക്കറിയാണ് തക്കാളി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയത്തൊക്കെ നട്ടാൽ നല്ല വിളവ് തരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ എൻ്റെ തക്കാളി തൈകളാണ്. ഇത് വേറൊരു തക്കാളിയുടെ ചെടിയാണ്. കണ്ടില്ലേ, നിറച്ചും പൂക്കളും കായ്ക്കളും വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ വിളവ് തരുന്ന ഒരു പച്ചക്കറിയാണ് തക്കാളി. കണ്ടില്ലേ. അപ്പോൾ പൊതുവെ എല്ലാവരുടെയും ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഈ കോളിഫ്ലവറും കാബേജും ഒക്കെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നട്ടാൽ നന്നാകുമോ എന്നുള്ള ഒരു അഭിപ്രായമാണ്. തീർച്ചയായിട്ടും ഞാൻ ചെയ്ത് വിജയിച്ചതാണ്. തീർച്ചയായിട്ടും നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ കാബേജ് ആയാലും കോളിഫ്ലവർ ആയാലും നട്ടാൽ നല്ല രീതിയിൽ നമുക്ക് വിളവ് ലഭിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ വീഡിയോസുമായി എത്തുന്നത് വരെ നന്ദി, നമസ്കാരം. ഓക്കെ, ബൈ.